ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഗ്രേവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കളറ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വിനീഗറും കൂടെ നമുക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേ നന്നായിട്ട് ഇതിലേക്ക് ഉപ്പും ആ സോസൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. തലേന്ന് തന്നെ ഇതുപോലെ മസാലയെല്ലാം പുരട്ടി ചിക്കൻ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടാകുമ്പോൾ ചില്ലി ചിക്കൻ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കളറിനായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇതിനായിട്ട് ചേർത്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഏകദേശം 3-4 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ 2 സൈഡും ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നല്ല മൊരിഞ്ഞ ചിക്കൻ നമുക്കിനി ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എപ്പോഴും ഇതുപോലുള്ള റെസിപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലും നല്ലത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനതെല്ലാം ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഞാനിവിടെ മുഴുവൻ ചിക്കനും ഒരു തവണ തന്നെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് 3 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുക. ഇതൊന്നും എണ്ണയിൽ അധികം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇന്ത്യൻ റെസിപ്പിയിൽ ചെയ്യുന്നത് പോലെ ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സവോളയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഏകദേശം 1 മിനിറ്റ് സമയം സവോള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഈ സോയാ സോസിൻ്റെയും കൂടെ അളവനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ റെഡ് കളറിലുള്ള ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള സോസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതാ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സോസുകളെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സോസ് എല്ലാം ഈ ചിക്കൻ പീസിലേക്ക് ഒന്ന് അബ്സോർബ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴായിരിക്കും ചില്ലി ചിക്കൻ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1/4 കപ്പിൻ്റെ അളവിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് ആ സോസും അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കൻ പീസിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബ്സായിട്ട് അരിഞ്ഞതും ഒരു സവാളൻ്റെ പകുതി നല്ല ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സവാളയും ക്യാപ്സിക്കം ഒന്നും അധികം കുക്കായിട്ട് പോകരുത്, ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽഡ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിനൊന്ന് തിക്കാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക കേട്ടോ. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്